നമസ്കാരം. എല്ലാവർക്കും പൈസ്റ്റൻ ITIയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ വെൽഡർ എന്ന ടെക്സ്റ്റ് ബുക്കിലെ വേരിയസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വേരിയസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്, ഏതൊക്കെ വെൽഡിംഗ് പ്രോസസ്സ് ഉണ്ട്. അതായത് 3 ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സാണ് നോർമലായിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രിക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, പിന്നെ അതർ വെൽഡിംഗ് പ്രോസസ്സ്. ഈ 3 വെൽഡിംഗ് പ്രോസസ്സിൻ്റെ അതിൻ്റെ ഓരോ ടൈപ്പുകളെ പറ്റി നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ ഓരോ വെൽഡിംഗ് പ്രോസസ്സും അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏത് ആപ്ലിക്കേഷൻ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്, അതിനെപ്പറ്റി നമുക്ക് ഇതിൽ കാണാം. ആദ്യം തന്നെ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്. അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് ഹീറ്റ്, വെൽഡിംഗ് പ്രോസസ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ സോഴ്സ് അനുസരിച്ച് നമുക്ക് വെൽഡിംഗ് പ്രോസസ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സിനെ ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ് എന്നും, പിന്നെ രണ്ടാമത് നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുന്ന സോഴ്സായിട്ട് യൂസ് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സിനെ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ് എന്നും, പിന്നെ ഇലക്ട്രിസിറ്റിയും യൂസ് ചെയ്യുന്നില്ല, ഗ്യാസും യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളതിനെ അതർ വെൽഡിംഗ് പ്രോസസ്സ് എന്നും. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ്, 2 ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ്, 3 അതർ വെൽഡിംഗ് പ്രോസസ്സ്. അതായത് ഹീറ്റും യൂസ് ചെയ്യുന്നില്ല, ഹീറ്റ് സോഴ്സായിട്ട് ഇലക്ട്രിസിറ്റിയും യൂസ് ചെയ്യുന്നില്ല, ഗ്യാസും യൂസ് ചെയ്യുന്നില്ല. ഈ ELE ഇട്ടേക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ട് ഫോമായിട്ടാണ്. അടുത്ത ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ്. ഇലക്ട്രിസിറ്റി സോഴ്സായിട്ട് യൂസ് ചെയ്ത് നടത്തുന്ന വെൽഡിംഗ് പ്രോസസ്സിനെ അതിനെയും വേരിയസ് പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് 1, 2 ഇലക്ട്രിക് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ്, 3 ലേസർ വെൽഡിംഗ്, 4 ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, ഇൻഡക്ഷൻ വെൽഡിംഗ്. ഇത്രയും ടൈപ്പാണ് നമ്മൾ ഇലക്ട്രിസിറ്റി സോഴ്സായിട്ട് യൂസ് ചെയ്ത് നടത്തുന്ന വെൽഡിംഗ് പ്രോസസ്സ്. അതിൽ തന്നെ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്, ഇവിടെ ഈ സ്റ്റാർ ഇട്ടേക്കുന്നത്, അതിനെ വേറെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ്, അതിനും വേറെ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഇതായിട്ട് കാണാം. പിന്നെ വരുന്നത് ലേസർ വെൽഡിംഗ്. ഈ ലേസർ വെൽഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ സോഴ്സാണ് വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു വെൽഡിംഗ് ആയിരിക്കും. നമുക്കിത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെപ്പറ്റി പഠിക്കാനില്ല. നമുക്ക് ബേസിക്കായിട്ട് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് ആണ് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് കൂടുതലുള്ളൂ. അപ്പോൾ ലേസർ വെൽഡിംഗ് നമുക്ക് അതിനെപ്പറ്റി മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ലേസറാണ് ഉപയോഗിക്കുന്നത്. 2, ഇറ്റ് ക്യാൻ ബി ഓട്ടോമാറ്റഡ് യൂസിങ് CAD ഓർ CAM. നമ്മൾ ഓട്ടോകാഡോ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ വെൽഡിങ് ഈസി ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇലക്ട്രിക് വെൽഡിലൊക്കെ ഒരു ഇലക്ട്രോഡ് യൂസ് ചെയ്യുമായിരുന്നു. ഇതിൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി വെൽഡ് ആയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ ലേസർ വെൽഡ് വെച്ച് ചെയ്യുന്ന വെൽഡിങ് വളരെ ഹൈ ക്വാളിറ്റി വെൽഡായിരിക്കും. പിന്നെ ഇലക്ട്രിക് വെൽഡിങ്ങിൽ അടുത്ത ഒന്നാണ് ഇലക്ട്രോൺ ബീം വെൽഡിങ്. ഇലക്ട്രോൺ ബീം വെൽഡിങ്ങും ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയാണ് സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് നമ്മൾ നോക്കുന്നത് പെർഫോംഡ് ഇൻ വാക്വം എൻവയോൺമെൻറ്റ്. അതായത് വാക്വം എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്തതും അങ്ങനെ വാക്വം ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വെച്ചിട്ടാണ് ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ് നടത്തുന്നത്. വെൽഡിങ് ഈസ് കമ്പ്യൂട്ടർ കൺട്രോൾഡ്. ഇതുപോലെ തന്നെ നമ്മൾ ലേസർ വെൽഡ് പറഞ്ഞ പോലെ തന്നെ ഇത് കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് അതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. പിന്നെ വരുന്നത് ഹൈ സ്ട്രെങ്ത്. ഇതും അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് വെൽഡിംഗ് ആണ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ചെയ്യുന്ന മെറ്റൽസ് എല്ലാം ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. അടുത്തത് ഇൻഡക്ഷൻ വെൽഡിംഗ്. ഇൻഡക്ഷൻ വെൽഡിംഗ് ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയാണ് സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രിക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ELE എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്, MAG എന്ന് ഷോർട്ട് ഇട്ടേക്കുന്നത് മാഗ്നറ്റിക് ആണ്. അത് വെൽഡിംഗ് ബൈ ഇലക്ട്രിക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രിക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് വെൽഡിംഗ് നടത്തുന്നത്. അതിൻ്റെ എഫിഷ്യൻസി നല്ല എഫിഷ്യൻസി ആയിരിക്കും. ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യും. വെൽഡിംഗ് ക്യാൻ ബി ഡൺ ഓട്ടോമാറ്റിക്കലി. ഇതും അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വെൽഡിംഗ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ലേസർ വെൽഡിങ്ങും ഇലക്ട്രോൺ ബീം വെൽഡിങ്ങും ഇൻഡക്ഷൻ വെൽഡിങ്. ഇത് നമ്മൾ ഏതിൻ്റെ കാറ്റഗറി ആയിരുന്നു? ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ കാറ്റഗറിയിലുള്ളതായിരുന്നു ലേസർ വെൽഡിങ്, ഇലക്ട്രോൺ ബീം വെൽഡിങ്, ഇൻഡക്ഷൻ വെൽഡിങ്. ഈ 3നും ഇതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും കമ്പ്യൂട്ടർ കൺട്രോൾഡും ആയിട്ടൊക്കെ നടത്താൻ സാധിക്കുന്ന ഒരു ടൈപ്പ് വെൽഡിംഗ് ആണിത്.
പിന്നെ നമ്മൾ ഇലക്ട്രിക് വെൽഡിങ്ങിൽ കണ്ട അടുത്തത് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് ആണ്. നമ്മൾ ആർക്ക് വെൽഡിങ്ങിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ആർക്ക് വെൽഡിംഗ് എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നും എല്ലാം പഠിച്ചിരുന്നു. ആർക്ക് വെൽഡിങ്ങിലെ അതിൻ്റെ സബ് കാറ്റഗറീസ്, അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ് ഉണ്ടെന്നും അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ആർക്ക് വെൽഡിങ്ങിനെ ഇത്രയും ടൈപ്പായിട്ടാണ് കാറ്റഗറി ചെയ്തേക്കുന്നത്. ഒന്ന് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, SMAW, അതാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അത് തന്നെയാണ് നമ്മുടെ ആർക്ക് വെൽഡിംഗ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ആർക്ക് വെൽഡിങ്ങും ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും സെയിം ആണ്. പിന്നെ വരുന്നത് കാർബൺ ആർക്ക് വെൽഡിംഗ്, ആറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് അഥവാ ടിഗ് വെൽഡിംഗ്, പിന്നെ വരുന്നത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അഥവാ MIG വെൽഡിംഗ്, പിന്നെ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് ആർക്ക് വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. ഇത്രയുമാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ കാറ്റഗറി. ഈ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വെൽഡിങ്ങിൻ്റെ കാറ്റഗറി തന്നെ വരുന്നതാണ് ആർക്ക് വെൽഡിംഗ്. അതിൽ ആർക്ക് വെൽഡിങ്ങിനാണ് ഇത്രയും കാറ്റഗറീസ് ആയിട്ട് തിരിച്ചേക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത് വരുന്നത് കാർബൺ ആർക്ക് വെൽഡിംഗ്. കാർബൺ ആർക്ക് വെൽഡിംഗ് അതിൻ്റെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് കാർബൺ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്, കാർബൺ ഇലക്ട്രോഡ്. പിന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ലോ കോസ്റ്റ് ആണ്. പിന്നെ ഹൈ സ്കിൽ നോട്ട് റിക്വയർഡ്, ഇത് ചെയ്യാനായിട്ട് ഒത്തിരി ലെവൽ ഓഫ് സ്കില്ലും ഒന്നും ആവശ്യമില്ല. കാർബൺ ആർക്ക് വെൽഡിംഗ് ലോ കോസ്റ്റ് ആണ്, ഹൈ സ്കിൽ നോട്ട് റിക്വയർഡ്, കാർബൺ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വെൽഡിംഗ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ ഇലക്ട്രോഡ്. പിന്നെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, ഇത് വളരെ ഫാസ്റ്ററായിട്ടുള്ളൊരു വെൽഡിംഗ് പ്രോസസ്സാണ്, അതാണ് ഫാസ്റ്റർ വെൽഡിംഗ് പ്രോസസ്സ്. പിന്നുള്ളത് വെൽഡിംഗ് ഈസ് ഡൺ ബൈ പാസിങ് ഹൈഡ്രജൻ. നമ്മൾ ഹൈഡ്രജൻ ഇപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഹൈഡ്രജൻ പാസ് ചെയ്ത് അവിടെ ഇലക്ട്രിസിറ്റിയിലൂടെ നമ്മൾ ഹൈഡ്രജൻ പാസ് ചെയ്ത് അങ്ങനെ നടത്തുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് ഇത് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്. നമുക്കിത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതെങ്ങനെ ചെയ്യുന്നതെന്നും നമുക്ക് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഏതൊക്കെ ടൈപ്പാണ് മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഇതിൽ പഠിക്കാനുള്ളൂ ഇപ്പം. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ആർക്ക് വെൽഡിങ്ങും ഒന്ന് ഗ്യാസ് വെൽഡിങ്ങും ആണ്. അതിലിപ്പോൾ നമ്മൾ ആർക്ക് വെൽഡിങ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നെ വരുന്നത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്, ടിഗ് വെൽഡിങ്. ഈ ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു കോമൺ ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ്. ടിഗ് മിഗ് രണ്ട് വെൽഡിംഗ് ഉണ്ട്. അത് നമ്മുടെ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ്. അത് നല്ല ഒരു പവർഫുൾ വെൽഡിങ്ങും ആണ്. അതിൻ്റെ ഒരു ഇത് കാണും, നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പവർ സോഴ്സ് AC ആൻഡ് DC സോഴ്സ്. നമ്മൾ ആർക്ക് വെൽഡിംഗ് പഠിച്ചപ്പോൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടു AC സോഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, DC സോഴ്സും യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ടിഗ് വെൽഡിങ്ങിലും സെയിം ആണ്. പവർ സോഴ്സ് നമുക്ക് ACയും ഉപയോഗിക്കാം, ഓൾട്ടർനേറ്റ് കറണ്ട് ഉപയോഗിക്കാം, ഡയറക്റ്റ് കറണ്ടും ഉപയോഗിക്കാം. പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോഡായിട്ട്, വെൽഡിംഗ് ഇലക്ട്രോഡായിട്ട് ഈ ടിഗിൽ യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ആണ് ഇലക്ട്രോഡ്. ഹൈ ക്വാളിറ്റി വെൽഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ക്യാൻ ബി വെൽഡ് മോർ മെറ്റൽ കമ്പയർ ടു അതർ വെൽഡിങ്. നമുക്ക് മറ്റ് വെൽഡിങ് പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ടിഗ് വെൽഡിങ് വെച്ചിട്ട് ധാരാളം വെൽഡിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് കാർബൺ ആർക്ക് വെൽഡിങ്, ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് അഥവാ ടിഗ് വെൽഡിങ്. ഇനി അടുത്തത് MIG വെൽഡിങ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതാണ് MIG. ഇതും ഇതുപോലെ നമ്മൾ കോമൺ ടൈപ്പ് പറഞ്ഞ പോലെ കോമൺ ടൈപ്പ് ഓഫ് ടു വെൽഡിംഗ് ആണ് MIG വെൽഡിങ്ങും ടിഗ് വെൽഡിങ്ങും. അതിൽ MIG വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്, വെൽഡിംഗ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു വയർ ഇലക്ട്രോഡാണ്. പിന്നെ അത് സ്ലാഗ് ഫ്രീ വെൽഡിംഗ് ബെഡ് ആയിരിക്കും. നമ്മൾ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് ചെയ്യുന്ന പറയുമ്പോൾ വെൽഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ വയർ ബ്രഷ് വെച്ചിട്ട് വെൽഡ് ചെയ്ത സ്ഥലവും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവിടെ കുറേ സ്ലാഗും അങ്ങനെ ഉള്ളതൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ MIG വെൽഡിങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകില്ല. സ്ലാഗ് ഫ്രീ ആണ് ഇവിടെ, സ്ലാഗ് ഉണ്ടാവത്തില്ല ഇവിടെ. പിന്നെ ഇത് സെമി ഓട്ടോമാറ്റഡ് വെൽഡാണ്. പകുതി നമ്മൾ മാനുവലായിട്ടും ചെയ്യണം, പിന്നെ ബാക്കി വരുന്ന സെമി പോർഷൻ ഓട്ടോമാറ്റഡ്, അത് തന്നെ പ്രോഗ്രാം പോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആലോ വെൽഡിങ് ഇൻ ഓൾ പൊസിഷൻ, എല്ലാ ടൈപ്പ് ഓഫ് പൊസിഷനിൽ വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും. പല പല ആംഗിളിൽ വെച്ച് വെൽഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഇതുള്ളതാണ് MIG വെൽഡിങ്. അപ്പോൾ കോമൺ ടൈപ്പാണ് MIG. പിന്നെ അതിൽ വയർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. മാറിപ്പോകുന്നത് MIGൽ വയർ ഇലക്ട്രോഡും ടിഗിൽ ടങ്സ്റ്റൺ ആണ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് വെൽഡിങ്ങുമാണ്. പിന്നെ ഇതിൽ സ്ലാഗ് ഫ്രീ വെൽഡിംഗ് ബെഡ് ആയിരിക്കും. വെൽഡിംഗ് ബെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്നതിൻ്റെ ആ വർക്കിൽ, നമ്മുടെ വർക്കിരിക്കുന്ന ആ ഒരു ഇതിനാണ് വെൽഡിംഗ് ബെഡ് എന്ന് പറയുന്നത്. അത് സ്ലാഗ് ഒന്നും ഒത്തിരി ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഇത് കിട്ടും. പിന്നെ സെമി ഓട്ടോമാറ്റഡ് വെൽഡും ആയിരിക്കും. പിന്നെ ഏത് ആംഗിളിൽ വെച്ച് നമുക്ക്
ആംഗിൾ വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്ലക്സ് കോർഡ് വെൽഡിങ്, ഇതാണ് അടുത്ത ടൈപ്പ്. ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വർക്ക് ഇൻ കാസ്റ്റ് അയൺ, SS എക്സെട്ര. ഈ SS എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ളതാണ് SS എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലക്സ് കോർഡ് വെൽഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മെറ്റൽസിലാണ്? കാസ്റ്റ് അയണിലും പറ്റും, SS അഥവാ സ്റ്റെയിൻലെസ് സ്റ്റീലിലും പറ്റുന്നതാണ്. അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് മെറ്റൽസിൽ, അതായത് ഫെറസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ അംശവും ഒക്കെയുള്ള മെറ്റൽസിനാണ് ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ നോൺ ഫെറസ് മെറ്റൽ കനോട്ട് ബി വെൽഡ് ആണ്. നമുക്ക് ഫ്ലക്സ് കോർഡ് വെച്ചിട്ട് നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽ വെൽഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിനകത്തെ നമ്മുടെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് വെച്ചിട്ട് നമുക്ക് ഫെറസും വെൽഡ് ചെയ്യാം, നോൺ ഫെറസ് മെറ്റലും വെൽഡ് ചെയ്യാൻ പറ്റും. കാരണം ഫ്ലക്സ് കോർഡ് വെൽഡിങ്ങിനകത്ത് നോൺ ഫെറസ് മെറ്റൽസ് വെൽഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ അലൂമിനിയം എന്ന് പറയുന്ന മെറ്റൽ നമുക്ക് ഈ ഫ്ലക്സ് കോർഡ് വെച്ചിട്ട് വെൽഡിങ് സാധിക്കില്ല. പിന്നെ അത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. നമ്മൾ ബാക്കി ഇത്ര നേരം കണ്ട വെൽഡിങ്, നമ്മുടെ ആർക്ക് വെൽഡിങ്ങിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ആർക്ക് വെൽഡിങ്ങിൻ്റെ മെഷീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് നമ്മൾ ഓപ്പൺ എയറിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. കാരണം ആ മെഷീൻ ഒത്തിരി കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ട് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ലെന്ന്. അതുപോലെ അതിന് തന്നെ ഒരു കാറ്റഗറിയിലുണ്ട് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. ഇത് നമുക്ക് ഇൻഡോറിൽ എന്ന് വെച്ചാൽ നമുക്ക് അകത്തും പുറത്തും എന്നുവെച്ചാൽ രണ്ട് സ്ഥലത്തും ഇപ്പോൾ നമുക്ക് അകത്ത് ഇൻഡോറായിട്ടുള്ളിടത്ത് വെച്ചും ചെയ്യാം, ഔട്ട്ഡോറിൽ വെച്ചും നമുക്ക് വെൽഡിങ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് വെച്ച്. പിന്നെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാൻ സാധിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാകുന്നത് കൊണ്ട് അതിലൂടെ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. ഹെൽത്തിന് അതൊരു പ്രശ്നമാണ്. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്. നമ്മുടെ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിലെ അടുത്തതാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് ലോ കോസ്റ്റ് പ്രോസസ്സ്. നമ്മുടെ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് എല്ലാം ലോ കോസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക് സ്ലാഗ് വെൽഡിങ്ങും ഇതും ലോ കോസ്റ്റ് പ്രോസസ്സാണ്. പ്രോസസ്സ് വളരെ ഫാസ്റ്ററാണ്, സെമി ഓട്ടോമാറ്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഗ് വെൽഡിങ് പറഞ്ഞ പോലെ തന്നെ ഇത് സെമി ഓട്ടോമാറ്റഡ് ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാനുവലായിട്ടും ചെയ്യണം, ബാക്കി ഇതുപോലെ ഓട്ടോമാറ്റഡ് ആണ്. പിന്നെ വരുന്നത് പ്ലാസ്മ ആർക്ക് വെൽഡിങ്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് സിമിലർ ടു ടിഗ് വെൽഡിങ്. നമ്മൾ ടിഗ് വെൽഡിങ്ങിനും സിമിലർ ചെയ്യുമ്പോൾ പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങും ടിഗ് വെൽഡിങ്ങും ഏകദേശം ഒരുപോലെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ DC സപ്ലൈ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പവർ സപ്ലൈ DC മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു പോയിന്റാണ്, അത് നോട്ട് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മിഗ് വെൽഡിങ്ങിൽ പറഞ്ഞപ്പോൾ നമുക്ക് ടിഗ് വെൽഡിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ AC സോഴ്സും യൂസ് ചെയ്യാം, DCയും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിൽ വരുമ്പോൾ നമുക്ക് DC മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ പവർ കൺസംഷൻ ഈസ് വെരി ലോ. പവർ കൺസ്യൂം ചെയ്യുന്നത് കുറവായിരിക്കും. വെൽഡിങ് സ്പീഡ് ഈസ് ഹൈ. പെനിട്രേഷൻ റേറ്റ് ഈസ് ഹൈ. പെനിട്രേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ അത് തുളഞ്ഞു കയറുന്നതാണ്. പെനിട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തുളഞ്ഞു കയറുന്ന, വെൽഡിങ് ഫീൽഡിലോട്ട് തുളഞ്ഞു കയറുന്നതിൻ്റെ റേറ്റ് ഹൈ ആയിരിക്കും. പിന്നെ അത് വളരെ നോയ്സ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അതായത് നോയ്സി ഓപ്പറേഷൻ, നല്ല സൗണ്ടായിട്ട് വരുന്ന ഒരു ഓപ്പറേഷനാണ്. അതായത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാകും. പിന്നെ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ഈസ് ഹൈ. എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും. നമ്മൾ ഈ ആർക്ക് വെൽഡിങ്ങിൽ നോക്കിയപ്പോൾ ബാക്കിയെല്ലാം എക്യുപ്മെൻറ്റ്സിൻ്റെയും കോസ്റ്റ് ലോ ആയിട്ടായിരുന്നു നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങും നമ്മുടെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും എല്ലാം ലോ കോസ്റ്റ് എക്യുപ്മെൻ്റ് ആയിരുന്നു. പക്ഷേ പ്ലാസ്മ ആർക്ക് വെൽഡിങ് വരുമ്പോൾ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ഹൈ ആണ്. പിന്നെ അത് റേഡിയേഷൻ ഈസ് മോർ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി പ്രശ്നമുണ്ടാകുന്നൊരു കാര്യമാണ് ഈ റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് ഈ പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിൽ കൂടുതലായിരിക്കും. അതൊക്കെ ഈ നോയ്സി ഓപ്പറേഷൻ, കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ഈസ് ഹൈ, റേഡിയേഷൻ ഈസ് മോർ, ഇത് മൂന്നും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബാക്കി നമ്മൾ പറഞ്ഞ പോലെ പെനിട്രേഷൻ റേറ്റ് ഹൈ ആയിരിക്കും. പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ തുളഞ്ഞു കയറുന്ന അതാണ് പറയുന്നത്. പിന്നെ വെൽഡിങ് സ്പീഡ് ഹൈ, പവർ കൺസംഷൻ ലോ, DC സോഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അടുത്ത ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ കണ്ട അടുത്തൊരു ടോപ്പിക്കായിരുന്നു ഇലക്ട്രിക് റെസിസ്റ്റൻറ്റ് വെൽഡിങ്. ഇലക്ട്രിക് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അതും ഇതുപോലെ തന്നെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഹെഡിങ് മാത്രമേ അതിനകത്ത് ടെക്സ്റ്റിലും എല്ലാം പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ആ ഹെഡിങ് മാത്രം നോക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന് സ്പോട്ട് വെൽഡിംഗ്, അടുത്ത സീം വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ്, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്. ഈ ടൈപ്പ് ഓഫ് ഇത്രയും ടൈപ്പാണ് ഇലക്ട്രിക് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ് ഉള്ളത്.
ഈ ടൈപ്സ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റന്റ് വെൽഡിംഗ് എന്നും ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ് എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. നമുക്ക് ഈ നമ്മുടെ വെൽഡർ എന്ന നമ്മുടെ ഈ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ടോപ്പിക്ക് ഇത്രയും മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ആ റെസിസ്റ്റന്റ് വെൽഡിങ്ങിൽ ഏതൊക്കെയാണ് ടൈപ്പ് എന്ന് മാത്രം. പിന്നെ വരുന്നത് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ്. അത് നമുക്ക് അതിനകത്ത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് മാത്രം നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് എന്താണെന്ന് പറയുന്നത് നമ്മൾ ആർക്ക് വെൽഡിംഗ് പഠിച്ച പോലെ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് അതൊരു ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സാണ്. അത് എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിങ്ങിനുള്ള അടുത്ത ഇതാണ് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിംഗ്. ഈ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിജനും അസെറ്റിലും ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ്. ഈ രണ്ട് ഗ്യാസ് ഒരു ചേംബറിൽ വെച്ച് ഗ്യാസ് ചേമ്പറും ഗ്യാസ് സിലിണ്ടർ വെച്ച് അതുവഴി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് വെൽഡിംഗ് നടക്കുന്നത്. ഒന്ന് ഇതിൽ ഓക്സിജനും അസെറ്റിലും യൂസ് ചെയ്യുന്നു, ഇത് ഓക്സിജനും ഹൈഡ്രജനും യൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് വെൽഡിംഗ് നടക്കുന്നത്. പിന്നെ വരുന്നത് ഓക്സി കോൾ ഗ്യാസ് വെൽഡിംഗ്, ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വെൽഡിംഗ്. അതായത് ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുമ്പോൾ LPG നമ്മൾ പറയുന്നത് അത് വെൽഡിംഗ്. പിന്നെ എയർ അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ്. ഇത്രയാണ് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഓരോ ടൈപ്സ്. പിന്നെ അതർ വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രിസിറ്റിയും സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഗ്യാസും സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഈ രണ്ട് സോഴ്സും യൂസ് ചെയ്യാതെ നടത്തുന്ന വെൽഡിംഗ് പ്രോസസ്സുകളാണ് അതർ വെൽഡിംഗ് പ്രോസസ്സ്. അതിൽ ഏതൊക്കെ ടൈപ്പാണെന്ന് വെച്ചാൽ തെർമിറ്റ് വെൽഡിംഗ്, ഫോർജ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ്, എക്സ്പ്ലോസീവ് വെൽഡിംഗ്, കോൾഡ് പ്രഷർ വെൽഡിംഗ്, പ്ലാസ്റ്റിക് വെൽഡിംഗ്. ഇത്രയും ടൈപ്പാണ് അതർ വെൽഡിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഒന്നുകൂടെ നോക്കാം. തെർമിറ്റ് വെൽഡിംഗ്, ഫോർജ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ്, എക്സ്പ്ലോസീവ് വെൽഡിംഗ്, കോൾഡ് പ്രഷർ വെൽഡിംഗ്, പ്ലാസ്റ്റിക് വെൽഡിംഗ്. ഈ വെൽഡിംഗ് ഒന്നും നമ്മുടെ ഇവിടെ അധികമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഒന്നും അല്ല. അൾട്രാസോണിക് ഒക്കെ പലയിടത്തും യൂസ് ചെയ്യുന്ന വലിയ ഇൻഡസ്ട്രീസിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെൽഡിംഗ് ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ ടൈപ്പ് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കിത് എക്സാമിനൊക്കെ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ഫോമും നമ്മുടെ വെൽഡിങ് ഇതിനകത്ത് അതിൻ്റെ മെയിൻ ടേംസ് ആണ്. വെൽഡിങ്ങിലെ ഒരു ടേംസും അതിൻ്റെ നമ്മളിപ്പോൾ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഇതാണ്. അത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34-ലും 35-ലും 2 പേജിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളൊന്ന് നോക്കിക്കോണത്. അതായത് AAW, അതായത് എയർ അസെറ്റിലിൻ. AAW എന്ന് കണ്ടാൽ അത് എയർ അസെറ്റിലിനാണ്. AHW ആറ്റോമിക് ഹൈഡ്രജൻ. നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് വെൽഡിംഗ് കണ്ടില്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് വെൽഡിംഗ് ഉണ്ട്, ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്. അതെല്ലാം തന്നെയാണ് ഇതിനകത്ത് ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ഓരോ യൂസ് ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റിൻ്റെയും പിന്നെ അതിൻ്റെ കോമ്പോണൻസിൻ്റെയും ഷോർട്ട് ഫോം. ഇപ്പം കാർബൺ ആർക്ക് വെൽഡിംഗ് നമ്മൾ പഠിച്ചു. അത് CAW എന്ന് പെട്ടെന്ന് ഷോർട്ട് ഫോം. ഈ W എന്നുള്ള വെൽഡിംഗ്, അതായത് CAW കാർബൺ ആർക്ക് വെൽഡിംഗ്. EBW ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഇതെല്ലാം നമ്മൾ ഇലക്ട്രിക് വെൽഡിങ്ങിൻ്റെ ഓരോ പ്രോസസ്സായിട്ട് പഠിച്ചു. ഇപ്പം നമ്മൾ ആ ടൈപ്പ് പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഷോർട്ട് ഫോം കൂടെ എളുപ്പത്തിൽ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് എളുപ്പമായിട്ട് തോന്നും. കാരണം ഇത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ EGW എന്ന് പറയുമ്പോൾ ഇലക്ട്രോ ഗ്യാസ്, ESM എന്ന് പറയുമ്പോൾ ഇലക്ട്രോ സ്ലാഗ്, FCAW ഫ്ലക്സ് കോഡ് ആർക്ക്, W എന്ന് പറയുമ്പോൾ വെൽഡിംഗ്, FW ഫ്ലാഷ്, FLOW എന്ന് പറയുന്നത് ഫ്ലോ അങ്ങനെ തന്നെ. GCAW ഗ്യാസ് കാർബൺ ആർക്ക്, GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് നമ്മൾ പറഞ്ഞ മിഗ് വെൽഡിംഗ്, GTAW ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക്, അത് നമ്മൾ ടിഗ് വെൽഡിംഗ്. അതെല്ലാം നമ്മൾ ഇത് പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഷോർട്ട് ഫോമും കൂടെ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. 2 പേജുണ്ട് നമുക്കതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും ഒന്ന് നോക്കി വെക്കുക. OAW എന്ന് പറയുമ്പോൾ ഓക്സി അസെറ്റിലിൻ, നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങിൽ ഓക്സി അസെറ്റിലിൻ. OHW എന്ന് പറയുമ്പോൾ ഓക്സി ഹൈഡ്രജൻ വെൽഡിംഗ്. PAW പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. PGW പ്രഷർ ഗ്യാസ് വെൽഡിംഗ്. RPW റെസിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ വെൽഡിംഗ്. RSEW എന്ന് പറയുന്നത് റെസിസ്റ്റൻറ്റ് സീം വെൽഡിംഗ്. ഇത് നമ്മൾ പഠിച്ചത് അതർ വെൽഡിങ്ങിനകത്ത് സീം വെൽഡിങ്, റെസിസ്റ്റൻറ്റ് സ്പോട്ട് വെൽഡിംഗ്, സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഷീറ്റ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, UW എന്ന് പറയുമ്പോൾ അൾട്രാസോണിക് വെൽഡിംഗ്. ഇത്രയും ഒരു ഷോർട്ട് ഫോമും ഉണ്ട്, അതിൻ്റെ ഫുൾ ഫോമും. ഇത് വെൽഡിംഗ് ടേംസും പിന്നെ വെൽഡിംഗ് പ്രോസസ്സിൻ്റെയൊക്കെ ഷോർട്ട് ഫോംസ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ വരുന്ന ആപ്ലിക്കേഷൻ, നമ്മളിപ്പം കണ്ട വെൽഡിങ്ങിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ. ഫോർജ് വെൽഡിംഗ് എന്ന് പഠിച്ചില്ല നമ്മൾ. ഫോർജ് വെൽഡിംഗ് നമ്മൾ അതർ വെൽഡിംഗ് പ്രോസസ്സിൽ നമ്മൾ പഠിച്ച ഫോർജ് വെൽഡിംഗ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾഡൻ ഡേയ്സ് ഫോർ ജോയിനിങ് മെറ്റൽ ആ സ്ലാബ് ജോയിൻറ്റ് ആൻഡ് ബഡ് ജോയിൻറ്റ്.
പണ്ട് ഒത്തിരി കാലം മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോയിൻ്റ്, ഒരു ടൈപ്പ് ഓഫ് വെൽഡിങ് പ്രോസസ്സ് ആയിരുന്നു അത്. ലാബ് ജോയിൻറ്റിനും അതുപോലെ ബഡ് ജോയിൻറ്റിനും ഈ രണ്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നായിരുന്നു ഫോർജ് വെൽഡിങ്. SMAW നമ്മൾ പഠിച്ച ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്. അത് ഓൾ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ ക്യാൻ ബി വെൽഡഡ് യൂസിങ് സ്റ്റിക്ക് ഇലക്ട്രോഡ്. നമ്മൾ പഠിച്ചാൽ വെൽഡിങ് ഇലക്ട്രോഡായിട്ട് ഒരു ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് സ്റ്റിക്ക് ഇലക്ട്രോഡ്. അത് നമുക്ക് അത് വെച്ചിട്ട് ഫെറസ് മെറ്റലും നോൺ ഫെറസും മെറ്റലും വെൽഡ് ചെയ്യാൻ സാധിക്കും. അത് ഇരുമ്പിൻ്റെ അംശമുള്ളത് ഫെറസ് മെറ്റൽ, ഇരുമ്പ് അംശമില്ലാത്തത് നോൺ ഫെറസ് മെറ്റൽ, രണ്ടും വെൽഡ് ചെയ്യാൻ സാധിക്കും. സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫെറസ് മെറ്റലും തിക്കർ പ്ലേറ്റ്, അതായത് കട്ടി കൂടിയ പ്ലേറ്റ്സും ഫെറസ് ഇരുമ്പിൻ്റെ അംശമുള്ള മെറ്റൽസും വെൽഡ് ചെയ്യാൻ സാധിക്കും. കാർബൺ ആർക്ക് വെൽഡിങ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് യൂസിങ് കാർബൺ ഇലക്ട്രോഡ്. അതായത് ഫെറസ് മെറ്റീരിയലും നോൺ ഫെറസ് മെറ്റൽസും വെൽഡ് ചെയ്യാം. കാർബൺ ഇലക്ട്രോഡാണ് നമ്മൾ അതിൻ്റെ വെൽഡിങ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നോട്ട് യൂസിങ് നൗ ഡേയ്സ്, ഇപ്പോഴത്തെ കാലത്ത് കാർബൺ ആർക്ക് വെൽഡിങ് യൂസ് ചെയ്യാറില്ല. പിന്നെ ടിഗ് വെൽഡിങ് നമ്മൾ പറഞ്ഞ ഒരു കോമൺ ടൈപ്പ് ഓഫ് വെൽഡിങ് ആണ് ടിഗ് ആൻഡ് മിഗ് വെൽഡിങ്. ആ ടിഗ് വെൽഡിങ് നമ്മൾ വെൽഡ് ചെയ്യുന്നത് ഫെറസ് മെറ്റൽസിലും പിന്നെ നമ്മുടെ ഈ SS എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീല്, AL എന്ന് പറയുന്നത് അലൂമിനിയം, പിന്നെ തിൻ ഷീറ്റ് കട്ടി കുറഞ്ഞ ഷീറ്റുകൾ, അതിലേക്കാണ് ഈ ടിഗ് വെൽഡിങ് യൂസ് ചെയ്യുന്നത്. തെർമിറ്റ് വെൽഡിങ് ഹെവി ഇറഗുലർലി ഷേപ്ഡ് റോഡ് റെയിൽസ്, ഇറഗുലർ ഷേപ്പായിട്ടുള്ള റോഡ്സ്, പിന്നെ നമ്മുടെ റെയിൽ അതിൻ്റെ ഒരു പാർട്സൊക്കെ വെൽഡ് ചെയ്യുന്നത് തെർമിറ്റ് വെൽഡിങ് വെച്ചാണ്. ഫ്രിക്ഷൻ വെൽഡിങ് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിലെ എയറോസ്പേസ്, മറൈൻ, ഓയിൽ ആൻഡ് ഗ്യാസ് നമ്മുടെ പൈപ്പിങ്ങിൻ്റെ ഫീൽഡിലെ മറൈൻ, ഷിപ്പിൻ്റെ, പിന്നെ അങ്ങനെയുള്ള മറൈൻ ആയിട്ടുള്ള ഫീൽഡിൽ, പിന്നെ എയറോസ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിമാനത്തിൻ്റെയും അങ്ങനെ അതിൻ്റെ അങ്ങനത്തെ ഓരോ പാർട്സുകൾ വെൽഡ് ചെയ്യുന്നത് ഫ്രിക്ഷൻ വെൽഡിംഗ് ആണ്. ബഡ് വെൽഡിംഗ് യൂസ് ചെയ്ത് ഷിപ്പ് ബോർഡ്, റിഫൈനറി, പൈപ്പിംഗ്, പവർ ജനറേഷൻ. റിഫൈനറിയിൽ യൂസ് ചെയ്യുന്നത് ബഡ് വെൽഡിംഗ് ആണ്. പൈപ്പിംഗ് പ്രോസസ്സിൽ ബഡ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പവർ ജനറേഷനിലും ബഡ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷൻ വെൽഡിംഗ് യൂസ് ചെയ്തിട്ട് നമ്മളെ സ്പെഷ്യൽ ചില നട്ടും ബോൾട്ടും ഒക്കെ വെൽഡ് ചെയ്യുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന വെൽഡിംഗ് വെച്ചിട്ടാണ്. സ്പോട്ട് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിലെ ബാറ്ററി മാനുഫാക്ചർ, ഇലക്ട്രോണിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, പിന്നെ ബാറ്ററിയുടെ ഇതിലെ, പിന്നെ ഓട്ടോമൊബൈൽ വണ്ടികളുടെയൊക്കെ, കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ ഓരോ ഫീൽഡിലും സ്പോട്ട് വെൽഡിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഓക്സി അസറ്റിലിയം വെൽഡിംഗ് യൂസ് ചെയ്യുന്നത് വേരിയസ് എയർക്രാഫ്റ്റ് പാർട്സിലാണ്. എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിൻ്റെ പാർട്സും എല്ലാം വെൽഡ് ചെയ്യുന്നത് ഓക്സി അസറ്റിലിയം വെച്ചിട്ടാണ്. സീം വെൽഡിംഗ് യൂസ് ചെയ്യുന്നത് ഷീറ്റ് മെറ്റൽ മെറ്റലിൻ്റെ ഫാബ്രിക്കേഷന് സീം വെൽഡിംഗ് യൂസ് ചെയ്യുന്നു. എയർ അസറ്റിലിയം വെൽഡിംഗ് വെച്ചിട്ടും എയർ അസറ്റിലിനും നമ്മുടെ ഓക്സി അസറ്റിലിയം വെൽഡിംഗ് വെച്ചിട്ട് എയർക്രാഫ്റ്റിൻ്റെ പാർട്സൊക്കെ വെൽഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഉള്ളത് ഇത് ടെക്സ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും നമ്മൾ ഏതൊക്കെ വെൽഡിങ് ഏതൊക്കെ പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നതും, ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റൽ യൂസ് ചെയ്യാനായിട്ടാണ് ഈ വെൽഡിങ് ഉപയോഗിക്കുന്നതും എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളിന്ന് ഏതൊക്കെ വെൽഡിങ് ഉണ്ടെന്ന് കണ്ടു, വെൽഡിങ് പ്രോസസ്സ് ഏതൊക്കെ ഉണ്ടെന്ന് കണ്ടു. നമ്മുടെ സോഴ്സ് ഓഫ് ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളെ കൊടുക്കുന്ന ഹീറ്റ്, ആ ഹീറ്റിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ് ഉള്ളതിനെ വെച്ചിട്ട് മൂന്നായിട്ട് വെൽഡിങ്ങിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതിനെ ഇലക്ട്രിക് വെൽഡിംഗ് എന്നും, ഗ്യാസ് യൂസ് ചെയ്യുന്നതിനെ ഗ്യാസ് വെൽഡിംഗ് എന്നും, പിന്നെ ഇലക്ട്രിസിറ്റിയും ഗ്യാസും യൂസ് ചെയ്യാത്തതിനെ അതർ വെൽഡിംഗ് പ്രോസസ്സ് എന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് പഠിച്ചു. ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ കാറ്റഗറി ഏതാണെന്ന് പഠിച്ചു. ഇതിൽ ഗ്യാസ് വെൽഡിങ്ങിൽ ഓക്സി അസറ്റിലിയം വെൽഡിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഷോർട്ട് ഫോമും ഒക്കെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34-35 കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.